നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറുകളുടെ വില 60 രൂപയും വാണിജ്യ സിലിണ്ടറുകളുടെ വില 115 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ വില ഇന്ന് മുതൽ നിലവിൽ വന്നു. ഒരു സിലിണ്ടർ മാത്രമുള്ള ഉപഭോക്താവിന് 21 ദിവസത്തിന് ശേഷമേ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗുരുവായൂർ ഉത്സവം. ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവബലി ദർശനത്തിന് ആയിരങ്ങളെത്തി. സപ്തമാതൃക്കൾക്ക് ഹവിസ് തൂകി പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് നാരായണനാമ ജപത്തോടെ അന്തരീക്ഷം ഭക്തിസാന്ദ്രമായി. കുന്നംകുളത്ത് വൻ ലഹരി വേട്ട. 4 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിനി അറസ്റ്റിൽ. നഗരമധ്യത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഒഡീഷ സ്വദേശിയായ രേണു ബഹ്റയെയാണ് കുന്നംകുളം പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. കുന്നംകുളം വാട്ടർ അതോറിറ്റിക്ക് കീഴിലുള്ള ചൂണ്ടൽ പഞ്ചായത്തിലും കടവല്ലൂർ പഞ്ചായത്തിലും വിവിധ പ്രദേശങ്ങളിലും നടന്ന പരിശോധനയിൽ വിവിധ തരത്തിലുള്ള ജലമോഷണങ്ങൾ കണ്ടെത്തി. ഇവരിൽ നിന്ന് പിഴ ചുമത്തി അനധികൃത ജലമൂറ്റലിനെതിരെ കർശനമായ നടപടികൾ തുടരുമെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായും. രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറുകളുടെ വില 60 രൂപയും വാണിജ്യ സിലിണ്ടറുകളുടെ വില 115 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ വില ഇന്നു മുതൽ നിലവിൽ വന്നു. ഇതോടെ കൊച്ചിയിൽ ഗാർഹിക സിലിണ്ടറിന്റെ വില 920 ആയി. വാണിജ്യ സിലിണ്ടറിന്റെ വില 1890 പൈസയായി. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം ക്രൂഡ് ഓയിൽ വിലയെയും ഊർജ്ജ ഇറക്കുമതിയെയും ബാധിച്ചതാണ് വില വർധനവിന് കാരണമെന്നാണ് എണ്ണ കമ്പനികളുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് നിലവിൽ ഇന്ധനക്ഷാമമില്ലെന്നും വിതരണം സുഗമമാണെന്നും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. വിലവർധനവിന് പിന്നാലെ രാജ്യത്ത് പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഒരു സിലിണ്ടർ മാത്രമുള്ള ഉപഭോക്താവിന് 21 ദിവസത്തിന് ശേഷമേ ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതുവരെ 17 ദിവസവും കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. 2 സിലിണ്ടർ ഉള്ളവർക്ക് ഇനി 30 ദിവസത്തിന് ശേഷമേ ബുക്ക് ചെയ്യാൻ കഴിയൂ. ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം തടസ്സപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കപ്പൽ സർവീസുകളുടെ കുറവ് മൂലം ഊർജ്ജ വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സമാണ് പാചകവാതക ക്ഷാമത്തിന് ഇടയാക്കുന്നത്. സിലിണ്ടർ വിതരണം പരിമിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതായി ഗ്യാസ് ഏജൻസികൾ പറയുന്നു. തൃശൂരിൽ നിന്ന് സ്വകാര്യ ബസ്സിൽ കഞ്ചാവുമായി എത്തിയ ഒഡീഷ സ്വദേശിനി പിടിയിലായി. ഒഡീഷ സ്വദേശിനിയായ രേണു ബാല ബഹ്റയാണ് കുന്നംകുളം പോലീസിന്റെയും ഡാൻസ് ഓഫ് സംഘത്തിന്റെയും പിടിയിലായത്. ഇവരുടെ കൈവശമുണ്ടായിരുന്ന 2 ബാഗുകളിൽ നിന്നായി ഏകദേശം 4 കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു അറസ്റ്റ്. തൃശൂരിൽ നിന്നും സ്വകാര്യ ബസ്സിൽ വന്നിറങ്ങിയ ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. ഡാൻസ് ഓഫ് SI വിജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പ്രതി വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരൂരിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ഒഡീഷയിൽ നിന്നും സ്ഥിരമായി കഞ്ചാവെത്തിച്ച് കുന്നംകുളം വടക്കേക്കാട് മേഖലകളിൽ വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇവരെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഡാൻസ് ഓഫ് സംഘം ഇവരെ നിരീക്ഷിച്ചു വന്നത്. പിടികൂടിയ കഞ്ചാവും പ്രതിയെയും കുന്നംകുളം പോലീസിന് കൈമാറി. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും ലഹരിമരുന്ന് എത്തിക്കുന്നതിന്റെ ഉറവിടത്തെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CPM നേതാവ് AV ഗോപിനാഥനെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി നാമനിർദ്ദേശം ചെയ്ത് സർക്കാർ വിജ്ഞാപനമിറങ്ങി. ഭരണസമിതിയുടെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ അംഗമായി CPIയിലെ AU ഷിനിജയെയും നാമനിർദ്ദേശം ചെയ്തു. ഇരുവരും ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. രാവിലെ 10:15 വൈഷ്ണവം ഓഡിറ്റോറിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സർക്കാർ വിജ്ഞാപനം വായിക്കും. റവന്യൂ ദേവസ്വം സെക്രട്ടറിയും ഗുരുവായൂർ ദേവസ്വം കമ്മീഷണറുമായ MG രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തുടർന്ന് ഭരണസമിതി യോഗം ചേർന്ന് AV ഗോപിനാഥനെ ചെയർമാനായി തെരഞ്ഞെടുക്കും. ദേവസ്വം ചെയർമാനായിരുന്ന ഡോക്ടർ VK വിജയന്റെ കാലാവധി മാർച്ച് 13 അവസാനിക്കാനിരിക്കെ കഴിഞ്ഞ 4 രാജി സമർപ്പിക്കുകയായിരുന്നു. 2 വർഷമാണ് ദേവസ്വം ഭരണസമിതി അംഗങ്ങളുടെ കാലാവധി. 2 തവണ ചെയർമാനായതിനു ശേഷമാണ് VK വിജയൻ രാജി സമർപ്പിക്കുന്നത്. 9 അംഗ ഭരണസമിതിയിൽ 6 പേരെ സർക്കാരാണ് നാമനിർദ്ദേശം ചെയ്യുക. മറ്റ് 3 പേർ സ്ഥിരാംഗങ്ങളാണ്. മർത്തങ്കോട് പുതിയമാത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഞായറാഴ്ച ആഘോഷിക്കും. പൂരം CCTV പ്രാദേശിക ചാനലിൽ ഞായറാഴ്ച തിരിഞ്ഞ് 3 മണി മുതൽ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ഞായറാഴ്ച രാവിലെ നട തുറന്നതിനു ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും നവകം, പഞ്ചഗവ്യം, കളഭാഭിഷേകം എന്നീ പ്രത്യേക വഴിപാടുകൾ നടക്കും.
തുടർന്ന് നടക്കൽ പറവെപ്പ് ആരംഭിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനാകും. ഉച്ചയ്ക്ക് 3 മണിക്ക് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ ചെറുമുക്ക് വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ ഊക്കൻസ് കുഞ്ചു ഭഗവതിയുടെ തിടമ്പേറ്റും. 4 മണിയോടെ ദേവസ്വം പൂരം ക്ഷേത്രത്തിലെത്തുന്നതോടെ പ്രാദേശിക കമ്മിറ്റികളുടെ വാദ്യഘോഷത്തോടെ ഗജവീരന്മാരുമായുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രപ്രദക്ഷിണം നടത്തും. 7 മണിക്ക് വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ പാണ്ടിമേളത്തോടുകൂടി കൂട്ടിയെഴുന്നള്ളിപ്പിൽ 10ഓളം ഗജവീരന്മാർ അണിനിരക്കും. 8:30 മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ തെയ്യം, തിറ, പൂതം, കാവടി തുടങ്ങിയ ആഘോഷങ്ങൾ ക്ഷേത്രമൈതാനിയിലെത്തി സമാപിക്കും. രാത്രി പൂരം ആവർത്തനവും പുലർച്ചെ കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കുന്നതോടെ പൂരത്തിന് സമാപനമാകും. ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കൃഷ്ണൻ നമ്പൂതിരി, സെക്രട്ടറി സതീശൻ, ട്രഷറർ മനോജ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകും. ചാവക്കാട് പൊന്നാനി ദേശീയപാത 66 എടക്കഴിയൂരിൽ നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി റോഡിലെ ഡിവൈഡറിൽ ഇടിച്ചുകയറി മറിഞ്ഞ അപകടം. കാജ കമ്പനി അണ്ടർപാസിന് മുകളിൽ ഇന്ന് രാവിലെ 7 മണിക്കാണ് സംഭവം. പരിക്കേറ്റ വാഹനത്തിന്റെ ഡ്രൈവർ തിരൂർ ആലിങ്ങൽ സ്വദേശി ഇടശ്ശേരി വീട്ടിൽ ഇബ്രാഹിമിനെ അഗ്രാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പമ്പിൽ ഇന്ധനം ഇറക്കി തിരിച്ചുപോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ടാങ്കറിൽ പെട്രോൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച അപകടം. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന 2 ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച രാത്രി 2 മണിയോടെ മർത്തോമ പള്ളിക്ക് സമീപത്തായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് നടുമുറിഞ്ഞ് കാറിന് മുകളിൽ പതിച്ചെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗുരുവായൂരിൽ നിന്ന് ഉത്സവം കണ്ടു മടങ്ങുന്ന പെങ്ങാമുക്ക് കരിച്ചാൽക്കടവ് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. KSEB ഉദ്യോഗസ്ഥരെത്തി തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷം. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവബലി ദർശനത്തിന് ആയിരങ്ങളെത്തി. രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് ഉത്സവബലി ചടങ്ങുകൾ ആരംഭിച്ചത്. സപ്തമാതൃക്കൾക്ക് ഹവിസ് തൂവി പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് നാരായണനാമ ജപത്തോടെ അന്തരീക്ഷം ഭക്തിസാന്ദ്രമായി. ഹവിസ് തൂവി തുടങ്ങിയതോടെ നാലമ്പലത്തിനകത്ത് തെക്കുഭാഗത്ത് സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച ഗുരുവായൂരപ്പനെ ദർശിക്കാനും ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. നാലമ്പലത്തിന് പുറത്ത് വലിയ ബലിക്കല്ലിലും ധ്വജദേവതകൾക്കും പരിപാലകർക്കും ശേഷം ക്ഷേത്രപാലകന് ഹവിസ് തൂവിയതോടെ ചടങ്ങ് പൂർത്തിയായി. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. 6 മണിക്കൂറോളം നീണ്ടുനിന്ന ചടങ്ങിൽ തന്ത്രി, കീഴ്ശാന്തി, തിടമ്പെഴുന്നള്ളിക്കുന്ന നമ്പൂതിരി, വിളക്ക് പിടിക്കുന്നവർ എന്നിവരെല്ലാം ഉത്തരീയം ധരിച്ച് ജലപാനമില്ലാതെ ശുദ്ധോപാസനത്തിലായിരുന്നു. ഓരോ ദേവതകൾക്കും ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പിന്റെ സാന്നിധ്യത്തിലാണ് ഹവിസ് സമർപ്പിച്ചത്. ഗുരുവായൂരപ്പൻ നേരിട്ട് പരിവാര ദേവതകൾക്ക് നിവേദ്യവും പൂജയും നൽകുന്നു എന്നതാണ് ഉത്സവബലിയിലെ സങ്കല്പം. മറ്റു വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിലെ മങ്ങാട് പുന്നങ്കോട് ഫ്ളാറ്റ് റോഡിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, ബ്ലോക്ക് മെമ്പർമാരായ PM സജി, സ്വപ്ന പ്രദീപ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രാജീവ് സോമൻ, VV വിവേക്, പ്രബിത ബാലകൃഷ്ണൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, മെമ്പർമാരായ KV ഷൈബു, K സതീഷ് കുമാർ, കൺവീനർ MS വിപിൻദാസ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ചൂണ്ടൽ പഞ്ചായത്തിലും കടവലൂർ പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിലും നടന്ന പരിശോധനയിൽ വിവിധ തരത്തിലുള്ള ജലമോഷണങ്ങൾ കണ്ടെത്തി. ഇവരിൽ നിന്ന് പിഴ ചുമത്തി. കടവല്ലൂർ പഞ്ചായത്തിലെ പാതാക്കര പ്രദേശത്ത് അനധികൃതമായി വാട്ടർ ലൈനിൽ നിന്നും വെള്ളമെടുത്തതായി കണ്ടെത്തി. ചൂണ്ടൽ സെന്ററിലെ പൊതുടാപ്പിൽ നിന്നും ഹോസ് ഉപയോഗിച്ച് കുടിവെള്ളം എടുത്തതും ശ്രദ്ധയിൽപ്പെട്ടു. ഇതേ തുടർന്നാണ് ജലമോഷണം നടത്തിയ വ്യക്തികളിൽ നിന്നും പിഴ ചുമത്തിയത്. കുടിവെള്ള ദുരുപയോഗവും ജലമോഷണവും തടയുന്നതിനായി വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പൊതു ടാപ്പിൽ നിന്നും ഹോസ് ഉപയോഗിച്ച് വെള്ളമെടുക്കുക, കണക്ഷൻ വിച്ഛേദിച്ച ലൈനുകളിൽ നിന്നും അനധികൃതമായി വെള്ളം ഉപയോഗിക്കുക, ഗാർഹിക കണക്ഷനിൽ നിന്നും ഗാർഹികേതര ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കുക, നിലവിലുള്ള കണക്ഷനുകളിൽ നിന്ന് വാട്ടർ അതോറിറ്റിയുടെ അനുമതിയില്ലാതെ പൈപ്പുകൾ നീട്ടുകയോ ഹോസ് ഉപയോഗിച്ച് കിണറുകളിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ വെള്ളം വഴിതിരിച്ചുവിടുകയോ ചെയ്യുക എന്നിവ ശിക്ഷാർഹമാണ്. ഇത്തരം ക്രമക്കേടുകളോ ജലമോഷണമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ഈടാക്കുന്നതുൾപ്പെടെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതോടൊപ്പം ഉപഭോക്താക്കൾ കേടായ മീറ്ററുകൾ യഥാസമയം മാറ്റി സ്ഥാപിക്കുകയും
കുടിശ്ശികകൾ കൃത്യമായി അടച്ചു തീർക്കുകയും ചെയ്ത് വിച്ഛേദന നടപടികളിൽ നിന്നും ഒഴിവാക്കണമെന്നും വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും അധികൃതർ പറഞ്ഞു. കൊങ്ങണൂരിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പൈപ്പ് പൊട്ടി 3 ദിവസം കഴിഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിലെ 20-ാം വാർഡിലെ കൊങ്ങണൂർ സബ്സ്റ്റേഷന് സമീപത്താണ് പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നത്. വെള്ളവും ചെളിയും കാരണം കാൽനട യാത്ര പോലും ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെരുമ്പിലാവിൽ ഹോട്ടലിൽ തീപിടുത്തം. കോഴിക്കോട് റോഡിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ബുക്ക് റെസ്റ്റോറന്റിലാണ് ഇന്ന് രാവിലെ 7 മണിയോടെ തീപിടുത്തമുണ്ടായത്. നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് കുന്നംകുളത്തുനിന്ന് അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക സൂചന. റെസ്റ്റോറന്റിന്റെ ക്യാഷ് കൗണ്ടറിന് സമീപത്തുള്ള ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് തീയണച്ചത്. വടക്കേക്കാട് പഞ്ചായത്തിലെ നായരങ്ങാടി മുതൽ ചക്കിത്തറ വരെ BMBC നിലവാരത്തിൽ ഒരുക്കുന്ന റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് ആൻഡ് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. MLA NK അക്ബർ അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NV ആന്റണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡംഗങ്ങളായ ജിനേഷ്, രുക്മിയ സുധീർ, നിഷിത ബാബു, അശോകൻ എടക്കാട്, ഷനിൽ, ലോക്കൽ സെക്രട്ടറി വിനോദ് VV, CPI ലോക്കൽ സെക്രട്ടറി മനോജ് VM, കേരള കോൺഗ്രസ് നേതാവ് ബെന്നി എന്നിവർ പങ്കെടുത്തു. പൊതുമരാമത്ത് വകുപ്പിന്റെ പരിധിയിൽ വരുന്ന എല്ലാ പാതകളും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ ഭാഗമായാണ് റോഡ് പുനരുദ്ധാരണം ചെയ്യുന്നത്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ വടക്കേക്കാട് പഞ്ചായത്തിലെ പ്രധാന ജില്ലാ പാതയായ 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള നായരങ്ങാടി ചക്കിത്തറ കൊച്ചന്നൂർ റോഡ് ഗുരുവായൂർ ആൽത്തറ പൊന്നാനി റോഡിലെ നായരങ്ങാടിയിൽ നിന്നും തുടങ്ങി വടുതല ആറ്റുപുറം റോഡിലെ കൊച്ചന്നൂരിലാണ് അവസാനിക്കുന്നത്. നായരങ്ങാടി മുതൽ ചക്കിത്തറ വരെയുള്ള ഭാഗം BMBC നിലവാരത്തിൽ സജ്ജമാക്കാനായി നടത്തുന്ന പ്രവൃത്തിക്കാണ് നാന്ദി കുറിച്ചത്. 2.380 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. റോഡിന്റെ ഇരുവശങ്ങളിലുമായി കാന, 2 കലുങ്കുകളുടെ പുനർനിർമ്മാണം, ഇരുവശങ്ങളിലുമായി ഐറിഷ് ഡ്രെയിൻ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C രാകേഷ് സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ K ശാലിനിത നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ നിന്നും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ വിട്ടുനിന്നു. നായരങ്ങാടി ചക്കിത്തറ റോഡ് BMBC നിലവാരത്തിൽ ഒരുക്കുന്ന ചടങ്ങിൽ നിന്ന് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർ വിട്ടുനിന്ന സംഭവം വിമർശനവുമായി NK അക്ബർ MLA. രാഷ്ട്രീയ വ്യത്യാസത്തിന്റെ പേരിൽ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് MLA കുറ്റപ്പെടുത്തി. ഇത്രയും മാതൃകാപരമായ ഒരു റോഡിന്റെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അവിടെ നിന്ന് ഒരു ഇടുങ്ങിയ രാഷ്ട്രീയം വെച്ച് ബഹിഷ്കരിച്ച നടപടി ഒട്ടും ശരിയായി. അത് ഈ നാട്ടിലെ ജനങ്ങളോട് കാണിച്ചൊരു വെല്ലുവിളിയായി. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പുണ്ട് എന്നുണ്ടെങ്കിലും വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരു വലിയ നിര അവിടെ ഇല്ലേ? അവരാരും ഇതിൽ പങ്കെടുക്കില്ല. ഈ വികസന പ്രവർത്തനങ്ങളോട് ഇങ്ങനെ പുറംതിരിഞ്ഞ് മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. അത് മറ്റൊന്നിനേക്കാൾ അപ്പുറം തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ളൊരു വെല്ലുവിളി. AC മൊയ്തീൻ MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വേലൂർ പഞ്ചായത്തിലെ തളിർ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് വഴങ്ങിയ ബസിന്റെ ഫ്ളാഗ് ഓഫ് AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ, ബ്ലോക്ക് മെമ്പർ അബ്ദുൾ റഷീദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ KV അഷ്ന, ഷൈനി ജിബിൻ, ജമീല രാജീവ്, വാർഡ് മെമ്പർ ഷൈനി ഫ്രാൻസിസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TR ഷോബി, ഷേർലി ദിലീപ് കുമാർ, PTA പ്രസിഡന്റ് AJ ജോസ്, സെക്രട്ടറി ഇൻചാർജ് TK സിദ്ധാർത്ഥൻ, BRC അധ്യാപിക അഞ്ജു K ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന്റെ പ്രവർത്തനം മാർച്ച് 31 അവസാനിക്കും. അടയ്ക്ക മാർക്കറ്റിന്റെ ഉടമയായ ചേറു മാർക്കറ്റിന്റെ ലൈസൻസ് പുതുക്കിയില്ല. ഇതോടെയാണ് മാർക്കറ്റിന്റെ പ്രവർത്തനം നിർത്തുന്നത്. ഉത്തരേന്ത്യയിൽ വരെ പേരുകേട്ട പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റ് നിലനിർത്താനുള്ള പരിശ്രമത്തിലാണ് വ്യാപാരികൾ. പുതിയ സ്ഥലം കണ്ടെത്തി അടയ്ക്ക കച്ചവടം നിലനിർത്താനുള്ള പരിശ്രമത്തിലാണ് വ്യാപാരികളുള്ളത്. നിലവിലെ അടയ്ക്ക മാർക്കറ്റിന് 70 കൊല്ലത്തോളം പഴക്കമുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ വൻ തിരക്കാണ് അടയ്ക്ക മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്.
മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ളവർ പോലും ഇവിടേക്കാണ് കച്ചവടത്തിനായി എത്തിയിരുന്നത്. കാലക്രമേണ അടയ്ക്ക വ്യാപാരം കുറഞ്ഞതോടെ അടയ്ക്ക മാർക്കറ്റിന്റെ പ്രൗഢിയും പ്രസക്തിയും കുറഞ്ഞു. ഏപ്രിൽ 1 മുതൽ പുതിയ സ്ഥലത്ത് വ്യാപാരം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് വ്യാപാരികൾ. കുന്നംകുളം നഗരസഭയിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുവാനായി നടപ്പിലാക്കുന്ന സമൃദ്ധി കുടിവെള്ള പദ്ധതിയുടെ 2ാം ഘട്ട ഫണ്ട് കൈമാറി. വിവിധ വാർഡുകളിൽ പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാനായി 50 ലക്ഷം രൂപയുടെ ചെക്കാണ് നഗരസഭാ അധികൃതർ വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയത്. നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ OT നിമിക്ക് തുക കൈമാറി. പദ്ധതിയുടെ ആദ്യഘട്ടത്തിലും 50 ലക്ഷം രൂപ കൈമാറിയിരുന്നു. നഗരസഭയിലെ ഉയർന്ന പ്രദേശങ്ങളിലും കുടിവെള്ളം എത്താത്ത വാർഡുകളിലും പുതിയ ലൈനുകൾ എത്തുന്നതോടെ ജലക്ഷാമത്തിന് വലിയ തോതിൽ പരിഹാരമാകും. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ മുരളി, T സോമശേഖരൻ, മിനി മോൻസി, മിഷ സെബാസ്റ്റ്യൻ, കക്ഷി നേതാക്കളായ ഷാജി ആലിക്കൽ, സോമൻ ചെറുകുന്ന്, നഗരസഭാ സെക്രട്ടറി KK മനോജ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. KSEB കുന്നംകുളം ഡിവിഷനിൽ കീഴിലെ ജീവനക്കാർക്കായി സംഘടിപ്പിക്കുന്ന ഡിവിഷൻ തല കായികമേള സിനർജിയ 2026 തുടക്കമായി. പഴുന്നാന ടർഫിൽ ഫുട്ബോൾ മത്സരത്തോടെ ആരംഭിച്ച കായികമേള തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുനിത ജോസ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഫെബ്രുവരി 13 ചേർന്ന ആലോചനാ യോഗത്തിലെ തീരുമാനപ്രകാരം ഡിവിഷന് കീഴിലെ 12 ഓഫീസുകളിൽ നിന്നുള്ള HR സ്റ്റാഫ്, കരാർ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരുടെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കിയാണ് കായിക മാമാങ്കം സംഘടിപ്പിക്കുന്നത്. ഫുട്ബോൾ, ക്രിക്കറ്റ്, വനിതാ പുരുഷ വിഭാഗത്തിൽ വടംവലി, വനിതകളുടെ ബാസ്കറ്റ്ബോൾ, ഫ്രീ ത്രോ, കാരംസ് ഡബിൾസ്, വനിതാ പുരുഷ വിഭാഗത്തിൽ ഷട്ടിൽ, ബാഡ്മിന്റൺ ഡബിൾസ് എന്നീ മത്സരങ്ങൾ മാർച്ച് 7, 12, 13 തീയതികളിലായി നടക്കും. കായികമേളയുടെ നടത്തിപ്പ് ചെലവിലേക്കായി ഡിവിഷന് കീഴിലെ ഓരോ ഓഫീസും 5000 രൂപ വീതം നൽകാൻ തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ ആവേശകരമായ പോരാട്ടങ്ങൾക്കാണ് കുന്നംകുളം സാക്ഷ്യം വഹിക്കുക. മാർച്ച് 13 സമാപന സമ്മേളനം. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശീയ പ്രതിരോധ സമഗ്ര വാക്സിനേഷൻ പരിപാടിയുടെ ഭാഗമായി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഗർഭാശയകള ക്യാൻസറിനെതിരെ വാക്സിനേഷൻ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ അധ്യക്ഷനായി. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MS റോസ്ലിൻ, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല രാജീവ്, മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, കുട്ടികൾ, രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളത്തെ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്ഥാപനമായ ജീസൺ & കമ്പനിയുടെ 2025 മെറിറ്റ് ഡേ ആഘോഷങ്ങൾ നടന്നു. പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കുകയും കരിയർ ഗൈഡൻസ് ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ലിവ ടവർ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ജീസൺ അധ്യക്ഷത വഹിച്ചു. ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പ്രൊഫഷണൽ മികവ് ഉയർത്തുന്നതിനായി പ്രമുഖ പരിശീലകർ നയിച്ച വിവിധ സെഷനുകൾ നടന്നു. വിദ്യാർത്ഥികൾക്കായി 3 പ്രമുഖ വിഷയങ്ങളിലായിരുന്നു പരിശീലനം. കരിയർ ബിൽഡിംഗ് എന്ന വിഷയത്തിൽ കോർപ്പറേറ്റ് ട്രെയിനർ ഷാജൻ മാറൂക്കി, ഹെൽത്ത് ആൻഡ് മൈൻഡ് പവർ എന്ന വിഷയത്തിൽ ഹാപ്പിനെസ് കോച്ച് ഷബ്ന സുൽത്താൻ, പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന വിഷയത്തിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് ജിൻസൺ എന്നിവർ ക്ലാസുകൾ നയിച്ചു. തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ ട്രോഫിയും പൊന്നാടയും നൽകി ആദരിച്ചു. CMA പരീക്ഷ വിജയിച്ച 4 വിദ്യാർത്ഥികൾ, LLB വിജയിച്ച ഒരാൾ, MBA വിജയിച്ച 3 പേർ എന്നിവർക്ക് പുറമെ CMA ഇന്റർമീഡിയറ്റ് വിജയിച്ച 4 പേരെയും CA ഇന്റർമീഡിയറ്റ് വിജയിച്ച 2 വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ജിബിൻ ബാബു, ബിൽഹ മോണി, അർഷ ആന്റണി, അഖിൽ എന്നിവർ സംസാരിച്ചു. ജീസൺ & കമ്പനിയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും ആഘോഷത്തിൽ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭ കുടുംബശ്രീ CDS നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ ചെയർമാൻ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ NK പ്രസന്ന അധ്യക്ഷത വഹിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയിലെ വനിതാ അധ്യക്ഷരായിരുന്ന നസീം അബു, സതീരത്നം ടീച്ചർ, MA സുമംഗല, ഷീജ പ്രശാന്ത്, CDSന്റെ മുൻ ഭാരവാഹികളായ പ്രീജ ദേവദാസ്, ഹസീന സലിം, ശാന്തിനി ശശി, ജീന രാജീവ്, CDS അംഗവും എഴുത്തുകാരിയുമായ നഫ്ല മുഹമ്മദ് എന്നിവരെ ആദരിച്ചു. ഗാർഹിക പീഡന നിരോധന നിയമം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് അനീഷ ശങ്കർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ P. യതീന്ദ്രദാസ്, ലിഷ മത്രങ്കോട്ട്, KP രഞ്ജിത് കുമാർ, CDS ഭാരവാഹികളായ സാജിദ സലാം, ഷിനി എന്നിവർ സംസാരിച്ചു. പൂത്തുലഞ്ഞ് കാറ്റ്സ് ക്ലോ. വാഴപ്പള്ളി വീടിന്റെ ഗേറ്റിൽ ഇത് മഞ്ഞ വസന്തം. വിഷ്ണു വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
കണിക്കൊന്ന പൂക്കളോട് മലയാളികൾക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. മഞ്ഞപ്പൂക്കളും പച്ചയിലകളുമായി പൂത്തുനിൽക്കുന്ന കണിക്കൊന്ന കണ്ണിനേറെ ആനന്ദം തരുന്ന കാഴ്ചയാണ്. ദൂരക്കാഴ്ചയിൽ കണിക്കൊന്നയെ ഓർമ്മിപ്പിക്കുന്ന കാറ്റ്സ് ക്ലോ വൈൻ ചെടികളും ഇപ്പോൾ മലയാളികളുടെ ഇഷ്ടം കവർന്നു കഴിഞ്ഞു. കുന്നംകുളം പഴയ പോലീസ് ക്വാർട്ടേഴ്സ് റോഡിലെ വാഴപ്പള്ളി വീട്ടിലാണ് കാറ്റ്സ് ക്ലോ എന്ന മനോഹരമായ വള്ളിച്ചെടി വസന്തം തീർത്തിരിക്കുന്നത്. പച്ചപ്പുകൾക്കിടയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞപ്പൂക്കൾ കണ്ടാൽ ആരും ഒന്ന് നിന്നുപോകും. പഴയ പോലീസ് ക്വാർട്ടേഴ്സ് റോഡിലെ വാഴപ്പള്ളി വീട്ടിൽ ജോസഫിന്റെയും റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് ജെസി ജോസഫിന്റെയും വീട്ടിലാണ് ഈ ദൃശ്യവിരുന്ന്. ഇതിന്റെ അനിയന്റെ സംരംഭമാണ്. അനിയനാണിത് വാങ്ങിച്ചോടുന്നു ഉപയോഗിച്ചൊക്കെ. അവൻ പുറത്താണ്. അവൻ പേര് ഗോഡ്വിൻ, ഡോക്ടർ ഗോഡ്വിൻ. അവൻ ഷാർജിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവന് ഇപ്പോൾ ഇവിടെ ഗൾഫിലാണ്. അപ്പോൾ അവിടെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നാട്ടിൽ വരാൻ പറ്റിയില്ല. എന്നാലും എല്ലാവരും ഹാപ്പിയാണ്. ഇത് കാണുമ്പോൾ തന്നെ വഴി പോണവർ ഒത്തിരി പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം. ഷാർജയിൽ ജോലി ചെയ്യുന്ന ഇളയ മകൻ ഡോക്ടർ ഗോഡ്വിനാണ് 3 വർഷം മുമ്പ് അവധിക്കെത്തിയപ്പോൾ തൈകൾ വീട്ടിലെത്തിച്ചത്. പൂച്ചനഖം പോലെയുള്ള ചെറുമുള്ളുകൾ ഉള്ളതിനാലാണ് ഇവയ്ക്ക് കാറ്റ്സ് ക്ലോ എന്ന പേര് വീണത്. ഈ അലങ്കാരച്ചെടി വളർത്തണമെന്ന അതിയായ ആഗ്രഹത്താൽ പലയിടത്തു നിന്നും തൈകൾ വാങ്ങിയെങ്കിലും അതൊന്നും മുളച്ചില്ല. പലതും വ്യാജനുമായിരുന്നു. ഒടുവിൽ ഡോക്ടർ ഗോഡ്വിൻ മണ്ണുത്തിയിൽ നിന്ന് 4 തൈകൾ കൊണ്ടുവന്ന് മഴക്കാലത്ത് നട്ടുപിടിപ്പിക്കുകയായിരുന്നു. GI പൈപ്പ് ഉപയോഗിച്ച് ഗേറ്റിനു മുകളിൽ ആർച്ച് രൂപത്തിൽ സപ്പോർട്ട് നൽകിയാണ് ഇവ പടർത്തിയത്. അന്ന് നട്ട ആ 4 തൈകൾ ഇന്ന് വീടിന്റെ ഗേറ്റും മതിലും കീഴടക്കി പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. വർഷത്തിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മാത്രമാണ് കാറ്റ്സ് ക്ലോ പൂക്കുക. മറ്റ് സമയങ്ങളിൽ പച്ചിലകൾ മാത്രമായിരിക്കും കാണാൻ കഴിയുക. ഈ പൂക്കാലത്തെ ദൃശ്യഭംഗി ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനുമായി ദിനംപ്രതി നിരവധി പേരാണ് വീട്ടിൽ എത്തുന്നത്. നിലവിൽ മൂത്തമകൻ ഐവിൻ ജോസഫാണ് പൂച്ചെടികൾ പരിപാലിക്കുന്നത്. പ്രത്യേക വളപ്രയോഗങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ലെന്നതും കൃത്യമായ അളവിൽ വെള്ളം നനച്ചുകൊടുത്താൽ മാത്രം മതിയെന്നും ഐവിൻ പറയുന്നു. ദൂരക്കാഴ്ചയിൽ കണിക്കൊന്നയെ ഓർമ്മിപ്പിക്കുന്ന പൂച്ചനഖത്തിന്റെ പേരിലുള്ള ഈ സസ്യം നമ്മുടെ നാട്ടിലും വിസ്മയം തീർക്കുകയാണ്. പഴഞ്ഞി യങ്സ് കമ്മിറ്റിയുടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ സമ്മാന കൂപ്പന്റെ വിതരണോദ്ഘാടനം പ്രശസ്ത ഫുട്ബോൾ താരം പത്മശ്രീ IM വിജയൻ ജനറൽ കൺവീനർ ഷാജു സൈമണ് നൽകിക്കൊണ്ട് നിർവഹിച്ചു. പ്രശസ്ത ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയായി. യങ്സ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ജെയിംസ്, സെക്രട്ടറി ഡെന്നി സക്കറിയ, സജി AC, ബിജു ജോബ്, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മികച്ച പെരുന്നാൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ പഴഞ്ഞി മേഖലയിലെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 25 വർഷം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ പരിപാടികൾ ഇക്കുറിയും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജാതിമത സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കുന്നംകുളം ടൗൺ മസ്ജിദിന്റെ അകത്തളത്തിലൊരുക്കിയ ഇഫ്താർ സൗഹൃദ സംഗമം ലോക സമാധാനത്തിനായുള്ള പ്രാർത്ഥനയുടെ വേദിയായി മാറി. സമാധാനത്തിന്റെയും മാനവികതയുടെയും സന്ദേശമുയർത്തി നടത്തിയ ഇഫ്താർ സംഗമം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രതിബദ്ധതയുള്ള ചുറ്റുപാടുകളോട് ഉത്തരവാദിത്വ ബോധമുള്ള പ്രയാസങ്ങളിൽ പ്രതീക്ഷയായി മാറാൻ കഴിയുന്ന ക്രിയാത്മകവും സുസജ്ജവുമായ ഒരു മഹല്ല് കമ്മിറ്റിയാണ് കുന്നംകുളത്തെ ടൗൺ പള്ളിക്കു കീഴിൽ പ്രവർത്തിക്കുന്നത് എന്നതിൽ അഭിമാനമുണ്ടെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ലോകത്ത് സമാധാനം നിലനിർത്താൻ മാനവികത ഉയർത്തിപ്പിടിക്കണമെന്നും പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യം അവസാനിപ്പിക്കാൻ ഇന്ത്യ രാഷ്ട്രങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും മാനവികത, ഐക്യം, നീതി, സത്യസന്ധത, കരുണ ഇതാണ് ഖുർആൻ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന സന്ദേശമെന്നും ഇഫ്താർ സൗഹൃദ സംഗമത്തിൽ റമദാൻ സന്ദേശം നൽകിക്കൊണ്ട് പള്ളി ഖത്തീബ് ബഷീർ ഷർക്കി വ്യക്തമാക്കി. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് KT അബ്ദു അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, കൗൺസിലർ ഗീതാ ശശി, ഫാദർ ബെഞ്ചമിൻ OIC, ആര്യമഹർഷി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K ജയശങ്കർ, KA ജ്യോതിഷ്, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരായ M ബാലാജി, P മുനീർ, മാത്യു ചമ്മണ്ണൂർ എന്നിവർ സംസാരിച്ചു. മഹല്ല് കമ്മിറ്റി സെക്രട്ടറി P സൈഫുദ്ദീൻ സ്വാഗതവും K ഇസ്മായിൽ നന്ദിയും പറഞ്ഞു. സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകളാണ് സൗഹൃദ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത്. പഴഞ്ഞി പെരുന്തുരുത്തി കരിയപ്പാടം കോൾപ്പടവിൽ നെല്ല് സംഭരണം പുരോഗമിക്കുന്നു. 50 ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിൽ കൊയ്ത്തു പൂർത്തിയായി. സപ്ലൈകോയ്ക്ക് വേണ്ടി സ്വകാര്യ മില്ലുകാരാണ് കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നത്. ഏക്കറിന് 3000 കിലോ വരെ നെല്ല് കിട്ടിയതായി കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് KM റസാഖ്, സെക്രട്ടറി NA സുലൈമാൻ എന്നിവർ പറഞ്ഞു. കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് നെല്ല് സംഭരണവും പുരോഗമിക്കുകയാണ്.
എരുവപ്പെട്ടി തയ്യൂർ വേലൂർ പോസ്റ്റ് ഓഫീസ് റോഡിന്റെ പുനർനിർമ്മാണത്തിൽ അപാകതയും ക്രമക്കേടുമെന്ന് പരാതി. യാതൊരു തകരാറുമില്ലാതെ കിടന്നിരുന്ന റോഡ് റീടാറിംഗ് നടത്തിയത് തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്ന ആരോപണവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജനപ്രതിനിധികൾ രംഗത്ത് വന്നു. 3.5 കോടി രൂപ ഉപയോഗിച്ച് ചെയ്ത റോഡിന്റെ റീടാറിംഗ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഹസനമാണെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ജനപ്രതിനിധികളുടെ ആരോപണം. നല്ല രീതിയിൽ കിടന്നിരുന്ന റോഡിന് മുകളിലാണ് റീടാറിംഗ് നടത്തിയത്. BMBC നിലവാരത്തിലാണെന്ന് പറഞ്ഞ് നടത്തിയ റോഡിലെ ചില ഭാഗങ്ങളിൽ മെറ്റൽ ഇളകിപ്പോകുന്ന അവസ്ഥയാണ്. വേണ്ട അളവിൽ ടാറും അനുബന്ധ സാമഗ്രികളും ചേർത്തിട്ടില്ല എന്നും വ്യാപക ക്രമക്കേടും അഴിമതിയുമാണ് നടത്തിയതെന്നും MLAയും CPMും ഇതിന് മറുപടി പറയണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. ഒരു കല്ല് ഒന്ന് കാലോണ്ട് തോണ്ടിക്കഴിഞ്ഞാൽ പോലും കല്ലുകൾ ഇളകി പോകുന്ന അവസ്ഥയിലാണ് ഈ റോഡൊക്കെ നിൽക്കുന്നത്. ഇവിടെ സൈഡിലൊക്കെ നോക്കി ഒരു 2 വീലർ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാൻഡ് അപ്പോൾ അത് ഇളകി പോകുന്ന അവസ്ഥയിൽ ഇത്രയും ഒരു മോശമായിട്ടുള്ള ഒരു ടാറിങ് ചെയ്യേണ്ട ആവശ്യം ഈ റോഡില്ല. ഒരു കുഴി പോലും ഇല്ലാത്ത റോഡ്, 5 വർഷം പൂർത്തീകരിക്കാത്ത ഈ റോഡ് എന്തിനാണ് വീണ്ടും ടാർ ചെയ്തതെന്നുള്ളത് MLA ജനങ്ങളോട് പറയണം. ഇലക്ഷൻ ആയപ്പോൾ ഇലക്ഷൻ പ്രവർത്തനത്തിനുള്ള ഫണ്ട് കിട്ടാനുള്ള കമ്മീഷന് വേണ്ടിയിട്ടാണോ എന്നുകൂടി ഞങ്ങളൊക്കെ സംശയിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് കൃത്യമായി പുനർനിർമ്മിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി വേലുക്കുട്ടി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ അൻസാർ, കിഷോർ ബാബു, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ജയചന്ദ്രൻ എന്നിവരും റോഡ് സന്ദർശിച്ചു. തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസിന് കീഴിൽ ചൂണ്ടൽ പഞ്ചായത്തിൽ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈല പുഷ്പാകരൻ, സച്ചിൻ പ്രകാശ്, ജൂലറ്റ് വിനു, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി, CDS ചെയർപേഴ്സൺ പ്രമീള രമേശ്, ചൊവ്വനൂർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ P സുധീർ, വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥൻ VS ശ്രീഹരി എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് വിവിധ സർക്കാർ സംരംഭകത്വ സഹായ പദ്ധതികളെക്കുറിച്ചും സബ്സിഡികളെക്കുറിച്ച് ക്ലാസുകളും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഉദ്യം K-SWIFT രജിസ്ട്രേഷനുകളും ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്കും ശില്പശാലയുടെ ഭാഗമായി സജ്ജമാക്കിയിരുന്നു. പുന്നിയൂർ മന്ദലാംകുന്ന് GF UP സ്കൂളിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സഹകരണത്തോടെ നടപ്പിലാക്കുന്ന തണലിടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അസീസ് മന്ദലാംകുന്ന് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയ വിവിധയിനം ഫലവൃക്ഷ തൈകൾ വിദ്യാർത്ഥികൾ ഓരോരുത്തരും സ്കൂൾ കോമ്പൗണ്ടിൽ നട്ടുപിടിപ്പിക്കുന്നതാണ് പദ്ധതിയാണ് തണലിടം. വാർഡ് മെമ്പർ ടി ആയിഷ, SMC ചെയർപേഴ്സൺ റസിയ ഫിറോസ്, MPTA പ്രസിഡന്റ് ഷാമില റൌഫ്, CRC കോർഡിനേറ്റർ ജോത്സ്ന, KA നവാസ്, റാമിയ ബഷീർ, NB നവാസ് എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക സുനിത മേപ്പുറത്ത് സ്വാഗതവും സിൻസി ടീച്ചർ നന്ദിയും പറഞ്ഞു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ പഴഞ്ഞി 52-ാം നമ്പർ ഉല്ലാസ് അംഗൻവാടിയുടെ 33-ാം വാർഷികം ആഘോഷിച്ചു. ഐനൂർ ക്രസന്റ് ഹാളിൽ തിങ്ങിണിക്കൂട്ടം എന്ന പേരിൽ നടന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അംഗൻവാടിയുടെ അഭ്യുദയകാംക്ഷിയും ജീവകാരുണ്യ പ്രവർത്തകനും പ്രവാസിയുമായ ഷാജു സൈമണെ പ്രസിഡന്റ് പൊന്നാടണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസവും അർജുന അവാർഡ് ജേതാവുമായ പത്മഭൂഷൺ IM വിജയൻ, പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ, മഴവിൽ മനോരമയിലെ പാട്ടിലെ താരം ശ്രേയ മേനോൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ഉല്ലാസ് അംഗൻവാടി ടീച്ചർ MM മേഴ്സി, ഹെൽപ്പർ ES സിന്ധു എന്നിവരെ വിശിഷ്ടാതിഥികൾ ചേർന്ന് ആദരിച്ചു. ആദരവ് ഏറ്റുവാങ്ങിയ ഷാജു സൈമൺ മറുപടി പ്രസംഗം നടത്തി. അതുപോലെ തന്നെ അതിന് നടത്തിപ്പിനായിട്ട് രാവും എനിക്കൊപ്പം നിന്ന എന്റെ സഹപ്രവർത്തകരുടെ അവരുടെ ആദരവായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ സന്ധ്യ സജിത്ത്, ശൈലജ അരുൺദാസ്, KM റസാക്ക്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയ ഗോപി, ചൊവ്വന്നൂർ ബ്ലോക്ക് CDPO ജയശ്രീ, ICDS ഓഫീസർ ശോഭ, വിവിധ വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗൻവാടി കുരുന്നുകളുടെ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി K ജയശങ്കറിനെ തെരഞ്ഞെടുത്തു. ഇന്ന് കിലയിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തിലാണ് പ്രഖ്യാപനം.
മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര പ്രസിഡന്റ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ് സെക്രട്ടറി, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് വൈസ് പ്രസിഡന്റ് എന്നിവരാണ് അസോസിയേഷന്റെ മറ്റ് ഭാരവാഹികൾ. 2005 കാട്ടക്കാമ്പാൽ പഞ്ചായത്ത് മെമ്പർ, 2010 ചൊവ്വനൂർ ബ്ലോക്ക് പ്രതിപക്ഷ നേതാവ്, 2015 തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നീ പദവികൾ അലങ്കരിച്ച ജയശങ്കർ നിലവിൽ കാട്ടക്കാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റാണ്. കോഴിക്കോട് സർവകലാശാലയിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധിയായി 3 തവണ തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ലഹരിക്കെതിരെ മിനി മാരത്തോണുമായി ചൂണ്ടൽ പഞ്ചായത്ത്. 500ഓളം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാവിലെ 6 മണിക്കാണ് മിനി മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ കേച്ചേരി ജംഗ്ഷൻ മുതൽ ചെമ്മന്തിട്ട ക്ഷേത്രം വരെയും തിരിച്ചുമുള്ള ദൂരമാണ് മാരത്തോൺ നടക്കുക. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മിനി മാരത്തോണിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. വനിതാ ജനപ്രതിനിധികൾ, CDS ഭാരവാഹികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ചൂണ്ടൽ സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥിനികൾ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. മിനി മാരത്തോണുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളുടെ അവസാനഘട്ട വിലയിരുത്തൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റ് സിനി പ്രസാദിന്റെ അധ്യക്ഷതയിൽ നടന്നു. വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈല പുഷ്പാകരൻ, ജൂലറ്റ് വിനു, സച്ചിൻ പ്രകാശ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മിനി മാരത്തോണിന്റെ ലോഗോ പ്രകാശനം കഴിഞ്ഞ ദിവസം കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KG ജയപ്രദീപ്, സിനി പ്രസാദ്, ജിഷ സുനിൽകുമാർ, സച്ചിൻ പ്രകാശ് എന്നിവർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചിരുന്നു. രാവിലെ 6 ആരാധ്യയായ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അവർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. സമാപന സമ്മേളനം മണലൂരിൻ്റെ വേഗനായ MLA മുരളി അത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിൽ 500ഓളം വനിതകളെ പങ്കെടുപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ മിനി മാരത്തോൺ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ എല്ലാ മനോഹരമായ നാട്ടുകാരെയും ജനപ്രതിനിധികളെയും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അത്ലറ്റുകളെ എല്ലാവരെയും നമ്മൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഗർഭാശയകള ക്യാൻസറിനെതിരെ HPV വാക്സിനേഷൻ ക്യാമ്പയിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം എരുമപ്പെട്ടി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CG ജോൺ, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭിത ബാലകൃഷ്ണൻ, മെമ്പർമാരായ NK കബീർ, ഷാജി വർഗീസ്, ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ AK ടോണി, ഹെൽത്ത് സൂപ്പർവൈസർ ജോബി എന്നിവർ സംസാരിച്ചു. വിവിധ വാർഡുകളിൽ നിന്നെത്തിയ കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി കുന്നംകുളം കൊമേഴ്സ് സർക്കിൾ DDRC ലാബുമായി സഹകരിച്ച് വനിതകളിലെ അർബുദത്തിനെതിരെ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. കൊമേഴ്സ് ഗാർഡനിൽ നടത്തിയ ക്യാമ്പിൽ ഡോക്ടർ സിൻഡോ MS ക്ലാസുകൾ നയിച്ചു. പ്രസിഡന്റ് സാംസി തോമസ് അധ്യക്ഷനായി. ചടങ്ങിന് സെക്രട്ടറി ജോബ് തോലത്ത് സ്വാഗതവും ലേഡി കൊമേഴ്സ് പ്രസിഡന്റ് ശ്യാമിലി കൃഷ്ണദാസ് നന്ദിയും പറഞ്ഞു. നിരവധി പേർ പങ്കെടുത്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭ കുടുംബശ്രീ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന പെണ്ണ് മ്യൂസിക്കൽ ആൽബത്തിന്റെ പോസ്റ്റർ പ്രകാശനം നടന്നു. നഗരസഭ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. കവയത്രി സിന്ധു ഭദ്രയാണ് ആൽബത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കൗൺസിലർമാർ എന്നിവർ സംബന്ധിച്ചു. കൂടാതെ CDS ചെയർപേഴ്സൺമാർ, വൈസ് ചെയർപേഴ്സൺമാർ, മെമ്പർ സെക്രട്ടറി, CDS മെമ്പർമാർ, കുടുംബശ്രീ ഉദ്യോഗസ്ഥർ, സുഹൃത്തുക്കൾ തുടങ്ങിയവരും പ്രകാശന ചടങ്ങിൽ സംബന്ധിച്ചു. മാർച്ച് 8 നഗരസഭ CDS വനിതാ ദിനാചരണ വേദിയിൽ വെച്ച് ആൽബം ഔദ്യോഗികമായി പുറത്തിറക്കും. ഗാനം സിന്ധു ഭദ്രയുടെ ഔദ്യോഗിക YouTube ചാനലിലൂടെ ആസ്വാദകരിലേക്ക് എത്തും. കുടുംബശ്രീ സൗഹൃദ കൂട്ടായ്മ, കുന്നംകുളം നഗരസഭ തുടങ്ങിയവ നേതൃത്വം നൽകും. വടക്കേക്കാട് സലഫി മസ്ജിദ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹിഫ്ള് കോളേജ് പ്രഖ്യാപനവും ഇഫ്താർ സംഗമവും നടന്നു. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കാൻ ജില്ലയിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലും സൗകര്യപ്രദമായ ഒരു കേന്ദ്രമൊരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ തൃശൂർ ജില്ലയിലെ വടക്കേക്കാട് റെസിഡൻഷ്യൽ ഹിഫ്ള് കോളേജ് ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനു കീഴിൽ നടത്തുന്ന അൽഹിദായ എഡ്യൂക്കേഷണൽ അക്കാദമി ഹിഫ്ള് കോളേജിന്റെ പ്രഖ്യാപനം വിസ്ഡം പണ്ഡിത സഭ ജോയിന്റ് കൺവീനർ ഷമീർ മദീനി നിർവഹിച്ചു. വിസ്ഡം ഗുരുവായൂർ ശാഖ പ്രസിഡന്റ് ജമാൽ പുന്നയൂർക്കുളം അധ്യക്ഷത വഹിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ്
PN അബ്ദുൾ ലത്തീഫ് മദനിയുടെ വീഡിയോ സന്ദേശം സദസ്സിനെ കേൾപ്പിച്ചു. അഞ്ഞൂർ നമാസ് ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പ്രഖ്യാപന സമ്മേളനത്തിൽ വിസ്ഡം തൃശൂർ ജില്ലാ സെക്രട്ടറി അൻവർ അബൂബക്കർ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. വടക്കേകാട് സലഫി മസ്ജിദ് ഖത്തീബ് ഫദലുൽ ഹഖ് ഉമരി വിഷയാവതരണം നടത്തി. മുജാഹിദ് ബാലുശ്ശേരി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മുജീബ് മൗലവി കോടത്തൂർ, അബ്ദുൾ മാജിദ് സലഫി പട്ടാമ്പി, വിസ്ഡം UAE പ്രതിനിധി യൂസഫ് തിരുമിറ്റക്കോട്, അബ്ദുൾ ലത്തീഫ്, വിസ്ഡം ഗുരുവായൂർ മണ്ഡലം ട്രഷറർ KM ഹൈദരലി, തൃശൂർ ജില്ലാ ഭാരവാഹി VA അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. അനീസ് റഹ്മാൻ ഇസ്ലാഹി സ്വാഗതവും വടക്കേകാട് സലഫി മസ്ജിദ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ഷക്കീർ ചേമ്പത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഇഫ്താർ സംഗമവും ഉണ്ടായി. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ഞൂർ സെന്ററിൽ പൊതുനിരത്ത് കയ്യേറി അനധികൃതമായി നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു നീക്കണമെന്ന പരാതി. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പരാതി നൽകിയത്. ഇതേ തുടർന്ന് റോഡ് കയ്യേറി ഇരുമ്പ് ഷീറ്റും പൈപ്പുകളും ഉപയോഗിച്ച് സുരക്ഷിതമല്ലാത്ത തരത്തിൽ അനധികൃതമായി നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡ് 7 ദിവസത്തിനകം പൊളിച്ചു നീക്കണമെന്ന് കാണിച്ച് പൊതുമരാമത്ത് അധികൃതർ കഴിഞ്ഞ ഫെബ്രുവരി 25-ന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും അനധികൃതമായി നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു മാറ്റുവാനോ റോഡിൽ നിന്ന് നീക്കി സ്ഥാപിക്കുവാനോ നിർമ്മാണ പ്രവർത്തികൾ ചെയ്തവർ തയ്യാറായിട്ടില്ല. കൂടാതെ അധികൃതർ നോട്ടീസ് നൽകിയതിനു ശേഷവും അത് അവഗണിച്ച് നിർമ്മാണ പ്രവർത്തികൾ തുടരുകയായിരുന്നുവെന്ന് പറയുന്നു. പരാതിക്കാർ പോലീസ് വിവരമറിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയതോടെയാണ് നിർമ്മാണം നിർത്തിവെച്ചത്. സുരക്ഷിതമല്ലാത്ത തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള വെയിറ്റിംഗ് ഷെഡ് അടിയന്തരമായി എടുത്തുമാറ്റണമെന്നാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം. ആർത്താറ്റ് സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ കാരവാൻ ക്യാമ്പ് ഞായറാഴ്ച രാവിലെ 7:30 മുതൽ 11 മണി വരെ സെന്റ് തോമസ് LP സ്കൂളിൽ നടക്കും. 350 രൂപയോളം ചെലവ് വരുന്ന ഷുഗർ, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ്, കൊളസ്ട്രോൾ എന്നിവയുടെ പരിശോധനകൾ 50 രൂപയ്ക്ക് ചെയ്തു നൽകുമെന്നും AAY മഞ്ഞ നിറത്തിലുള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ പരിശോധന പൂർണ്ണമായും സൗജന്യമായി നടത്തി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഹൃദയം, വൃക്ക, കരൾ എന്നിവയെ ബാധിക്കുന്ന രോഗങ്ങൾ പരിശോധനയിലൂടെ കണ്ടെത്താൻ സാധിക്കും. ആദ്യം ക്യാമ്പിൽ എത്തിച്ചേരുന്നവരിൽ നിന്ന് ഡോക്ടർമാർ തിരഞ്ഞെടുക്കുന്ന 25 പേർക്ക് വീതം എക്കോ സ്ക്രീനിങ്, ഡിജിറ്റൽ ECG പരിശോധനകൾ നടത്തി നൽകും. ക്യാമ്പിലെത്തുന്ന എല്ലാവർക്കും BP, പൾസ്, ഹീമോഗ്ലോബിൻ, ഓക്സിജൻ സാച്ചുറേഷൻ പരിശോധന തികച്ചും സൗജന്യമായി നടത്തുമെന്നും പ്രമേഹ പരിശോധനയ്ക്കായി ഭക്ഷണം കഴിക്കാതെ വരണമെന്നും ആർത്താറ്റ് വിൻസെന്റ് ഡി പോൾ ഡയറക്ടർ ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, ഭാരവാഹികളായ ഷൈജു ആളൂർ, ദീപ ഗീവർ, ജോഷി നീലങ്കാവിൽ, ജോസഫ് ആളൂർ എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 67 0430, മറ്റൊരു നമ്പർ 94 95 28 82 04 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. രജിസ്ട്രേഷൻ നമ്പറുകൾ ആവർത്തിക്കുന്നു: 94 47 67 0430, മറ്റൊരു നമ്പർ 94 95 28 82 04. ചാലിശ്ശേരി ജനമൈത്രി പോലീസും ജാഗ്രതാ സമിതിയും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. SHO MN ബിജോയ് ഇഫ്താർ സന്ദേശം നൽകി. സബ് ഇൻസ്പെക്ടർമാരായ KS ശ്രീലാൽ, ജ്യോതി പ്രകാശ്, കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ T അരവിന്ദാക്ഷൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ KK ജയൻ, ഇന്ദിര, ബീറ്റ് ഓഫീസർമാരായ അബ്ദുൽ കരീം, ജാഗ്രതാ സമിതി അംഗം ബഷീർ തങ്ങൾ, മാധ്യമപ്രവർത്തകരായ AC ഗീവർ, പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ സംസാരിച്ചു. സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും ജാഗ്രതാ സമിതി അംഗങ്ങളും സംബന്ധിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർ അബ്ദുൽ കരീം, ജാഗ്രതാ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂറ്റനാട് വാവന്നൂരിൽ ഗൃഹനാഥനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുജാലിപ്പുറം മണിയാറത്ത് 72 വയസ്സുള്ള മൊയ്തുവിനെയാണ് വീടിന് സമീപത്തെ മാങ്ങാട്ടുകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഭാര്യ ആമിനയെ എടപ്പാളിലുള്ള മകളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ച ശേഷം മൊയ്തു കുളക്കടവിലേക്ക് പോയതായി സമീപവാസികൾ പറഞ്ഞു. കുളക്കടവിൽ അലക്കാനെത്തിയ സമീപവാസികളാണ് ഇദ്ദേഹത്തിന്റെ ശരീരം കുളത്തിൽ പൊങ്ങിത്താഴുന്നത് കണ്ട് നാട്ടുകാർ വിവരമറിയിച്ചത്. നാട്ടുകാർ ഉടൻ കരക്കെത്തിച്ചെങ്കിലും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചിരുന്നു. ചാലിശ്ശേരി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കറുകപ്പത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 15,000 രൂപ, സ്വർണം പവന് 1,20,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്.
രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറുകളുടെ വില 60 രൂപയും വാണിജ്യ സിലിണ്ടറുകളുടെ വില 115 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ വില ഇന്ന് മുതൽ നിലവിൽ വന്നു. ഒരു സിലിണ്ടർ മാത്രമുള്ള ഉപഭോക്താവിന് 21 ദിവസത്തിന് ശേഷമേ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗുരുവായൂർ ഉത്സവം ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവബലി ദർശനത്തിന് ആയിരങ്ങളെത്തി. സപ്തമാതൃക്കൾക്ക് ഹവിസ് തൂകി പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് നാരായണനാമ ജപത്തോടെ അന്തരീക്ഷം ഭക്തിസാന്ദ്രമായി. കുന്നംകുളത്ത് വൻ ലഹരി വേട്ട. 4 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിനി അറസ്റ്റിൽ. നഗരമധ്യത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഒഡീഷ സ്വദേശിയായ രേണു ബഹ്റയെയാണ് കുന്നംകുളം പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. കുന്നംകുളം വാട്ടർ അതോറിറ്റിക്ക് കീഴിലുള്ള ചൂണ്ടൽ പഞ്ചായത്തിലും കടവല്ലൂർ പഞ്ചായത്തിലും വിവിധ പ്രദേശങ്ങളിലും നടന്ന പരിശോധനയിൽ വിവിധ തരത്തിലുള്ള ജലമോഷണങ്ങൾ കണ്ടെത്തി. ഇവരിൽ നിന്ന് പിഴ ചുമത്തി അനധികൃത ജലമൂറ്റലിനെതിരെ കർശനമായ നടപടികൾ തുടരുമെന്ന് അധികൃതർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കാണിപ്പയ്യൂർ പടിഞ്ഞാറേതിൽ MK കമലാക്ഷിയുടെ 6ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.